സന്തോഷകരമായ ജീവിതം, വിജയകരമായ ജീവിതം അത് നേടിയെടുക്കാൻ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട 5 കാര്യങ്ങൾ നിർബന്ധമായും നാം അതറിഞ്ഞിരിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജീവിതത്തിൽ സന്തോഷവും ഐശ്വര്യസമ്പൂർണമായ ജീവിതവും ആഗ്രഹിക്കാത്തവരായി ആരുമുണ്ടാവുകയില്ല. ഏത് സമയത്തും മനസ്സമാധാനം നഷ്ടപ്പെട്ട് സമാധാനത്തിന് വേണ്ടി നെട്ടോട്ടമോടുകയാണ് മനുഷ്യർ. അവർക്ക് മുമ്പിൽ ജീവിതത്തിൽ എങ്ങനെ വിജയങ്ങൾ കൈവരിക്കാം എന്നുള്ളതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയ 5 നിർദ്ദേശങ്ങൾ, അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ അറിയിക്കുന്നത്. വീഡിയോ മുഴുവനായും സ്കിപ്പ് ചെയ്യാതെ കാണുകയും നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുകയും ചെയ്യണം. ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ചിട്ടയുണ്ടാവുകയും 2 ലോക ജീവിതത്തിൽ വിജയമുണ്ടാവുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ഇരുലോകത്തും വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ജീവിതം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ജീവിക്കുന്ന സ്ഥലത്തെ കൂടി നമ്മൾ മനസ്സിലാക്കണം. നമ്മളിപ്പോൾ ആരും സ്വർഗത്തിലല്ല. അതുകൊണ്ട് നാം വിചാരിക്കുന്നത് പോലെ മാത്രം സുഖങ്ങളും സൗകര്യങ്ങളും ആസ്വാദനങ്ങളും നിറഞ്ഞ് ഉല്ലസിച്ച് ജീവിക്കാൻ നമുക്ക് സാധ്യമല്ല. കാരണം നാം സ്വർഗത്തിലല്ല ഇപ്പോഴുള്ളത്, ഭൂമിയിലാണ്. സ്വർഗമാണ് അനുഗ്രഹങ്ങളുടെ പറുദീസ. നാം വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നത് അവിടെയാണ്. ഭൂമിയിൽ ചിലപ്പോൾ പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. അതൊക്കെ സഹിച്ച് അതിൻ്റെയൊക്കെ കാരണങ്ങൾ കണ്ടെത്തി കൂടുതൽ അതിനെയൊന്നും മൈൻഡ് ചെയ്യാതെ അതിലേക്ക് മാത്രം ശ്രദ്ധ തിരിച്ച് കൂടുതൽ ടെൻഷനുകൾ വാരിക്കൂട്ടാതെ അതിൻ്റെ മൂലകാരണങ്ങൾ കണ്ടെത്തിക്കൊണ്ട് അതിനെ പരമാവധി ഒഴിവാക്കുകയും ജീവിതത്തിൽ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിച്ച് സന്തോഷം കണ്ടെത്തുകയും ആ സന്തോഷത്തിന് നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യണം. അപ്പോൾ നമ്മൾക്ക് ഒരുവിധം റാഹത്തോടു കൂടെ ജീവിക്കാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 5 കാര്യങ്ങൾക്ക് മുമ്പ് 5 കാര്യങ്ങളെ കൂടുതൽ ശ്രദ്ധയോടെ ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ചിട്ടുണ്ട്. യഗ്തനിം ഖംസൻ ഖബ്ല ഖംസിൻ. ഒന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, ശബാബക ഖബ്ല ഹറമിക. നിനക്ക് വാർദ്ധക്യമെത്തുന്നതിന് മുമ്പ് നിന്റെ യുവത്വത്തെ നീ വേണ്ടതുപോലെ ശ്രദ്ധയോടുകൂടെ കൈകാര്യം ചെയ്യണം. വാർദ്ധക്യം എത്തിയതിന് ശേഷം പള്ളിയിൽ പോകാം, നിസ്കരിക്കാം, അതുപോലെ തന്നെ അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ വിചാരിച്ച് മാറ്റിവെക്കാതെ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ഇബാദത്ത് ചെയ്യാൻ, സമ്പാദ്യമുണ്ടാക്കാൻ, അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾക്കൊക്കെ നല്ല ഉത്സാഹവും ആവേശവും ഉണ്ടാകേണ്ടത് നമ്മുടെ യുവത്വത്തിലാണ്. യുവാക്കൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധാരാളം ഓഫറുകൾ നൽകിയിട്ടുണ്ട്. വയസ്സന്മാരെ പോലെയല്ല. യുവത്വത്തിൽ ഇബാദത്ത് ചെയ്ത് ശീലമാക്കി വന്നവൻ പെട്ടെന്നൊരു ദിവസം അവനിക്ക് അസുഖം വന്ന് പിന്നീട് ആ ഇബാദത്ത് ചെയ്യാൻ കഴിയാതെ ആയിപ്പോയി. എന്നാൽ അവൻ അതുവരെ ചെയ്ത ഇബാദത്ത് അവൻ്റെ ജീവിത അവസാനം വരെ ചെയ്തതായി പ്രതിഫലം അവനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. അതുപോലെ തന്നെ അർശിൻ്റെ തണൽ ലഭിക്കുന്നവരെ കുറിച്ച് പറയുമ്പോൾ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വശാബുൻ നശഅ ഫീ ഇബാദത്തില്ല. അള്ളാഹുവിൻ്റെ ഇബാദത്തിലായി വളർന്നു വന്ന യുവാവ് അവനിക്ക് അർശിൻ്റെ തണലുണ്ട് എന്ന് പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട യുവാക്കൾ, സുഹൃത്തുക്കൾ, ജ്യേഷ്ഠാനുജന്മാർ, നമ്മളെക്കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത്രയും വലിയൊരു ഓഫർ അറിയിച്ചത്. അതുകൊണ്ട് യുവത്വം ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഏറ്റവും നല്ല ഉത്സവമായി ആഘോഷിക്കേണ്ട സമയം അപ്പോഴാണ്. നമ്മുടെ യുവത്വ സമയം അങ്ങാടികളിലും തെരുവോരങ്ങളിലും റോഡിൻ്റെ വക്കിലുകളും അതുപോലെ തന്നെ അനാവശ്യ കേന്ദ്രങ്ങളിലും തെണ്ടിത്തിരിഞ്ഞ് തീർക്കാനുള്ളതല്ല. ഈ സമയം
നമ്മുടെ കുടുംബത്തിന് വേണ്ടി സമ്പാദ്യം ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ സമൂഹത്തിന് വേണ്ട ഉപകാരപ്രദമായ സാമൂഹ്യ സേവനങ്ങൾ ചെയ്യാൻ, നമ്മുടെ ഭാവിയിലേക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ, എല്ലാത്തിലും പ്രധാനമായി നാളെ പരലോകത്തേക്ക് വേണ്ട ഇബാദത്തുകൾ ചെയ്തു തീർക്കാൻ ഏറ്റവും ഉത്തമമായ സമയം അത് യുവത്വമാണ്. നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതാണ് നബി തങ്ങൾ പറഞ്ഞത്, ശബാബക ഖബല ഹറമിക. രണ്ടാമതായി നബി തങ്ങൾ പറയുന്നു, വസിഹതക ഖബല സഖമിക്. നിന്റെ രോഗത്തിന് മുമ്പ് ആരോഗ്യകാലം അതിന് വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തണം. ആരോഗ്യവും രോഗവും അല്ലാഹു സുബ്ഹാനഹു തആലയുടെ തീരുമാനപ്രകാരമാണ് ഉണ്ടാകുന്നത്. നമുക്ക് അല്ലാഹു നൽകിയ ഈ ആരോഗ്യം, ഈ രക്തത്തിളപ്പ് എക്കാലവും ഇങ്ങനെ തന്നെ ഉണ്ടാകുമെന്ന് നാം ഒരിക്കലും പ്രതീക്ഷിക്കരുത്. അങ്ങനെ മനസ്സിൽ നാം കണക്ക് കൂട്ടുകയും ചെയ്യരുത്. ഏത് സമയത്തും നൽകിയ റബ്ബിന് ഇതിനെ തിരിച്ചെടുക്കാനുള്ള കഴിവുണ്ട് എന്നുള്ള ബോധം എപ്പോഴും നമ്മൾക്ക് വേണം. യുവത്വമുള്ളപ്പോൾ, ആരോഗ്യമുള്ളപ്പോൾ ബലഹീനരെ, ദുർബലരെ അവിടുന്ന് അടിച്ചമർത്തുകയും ആക്രമിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത നമ്മുടെ നാടുകളിൽ പലപ്പോഴുമായി കണ്ടുവരാറുണ്ട്. പ്രിയപ്പെട്ടവരെ, അതൊന്ന് മാറ്റിവെക്കണം. നമ്മളുടെ ഈ രക്തത്തിളപ്പ് നഷ്ടപ്പെടുത്താൻ റബ്ബിന് ഒരു സെക്കൻഡ് പോലും ആവശ്യമില്ല. നാം നമ്മുടെ ആരോഗ്യകാലം നല്ലതിനു വേണ്ടി ചെലവഴിക്കണം. നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമുക്ക് വേണ്ടി, നമ്മുടെ ദുനിയവിയും ഉഖ്റവിയുമായ വിജയത്തിന് വേണ്ടി നാം അതിനെ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തണം. മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വഗൈനാക ഖബല ഫഖരിക. നിന്റെ സമ്പൽ സമൃദ്ധി, ഐശ്വര്യം, സമ്പത്ത് അതൊക്കെ ഉള്ള കാലം അതിനെ നീ ദാരിദ്ര്യം വരുന്നതിന് മുമ്പ് ഉപയോഗപ്പെടുത്തണം. നമുക്കറിയാം, യൂസുഫ് നബിയുടെ ചരിത്രമൊക്കെ നാം കേട്ടതാണ്. യൂസുഫ് നബിയുടെ സ്വപ്നത്തിൽ അവിടുന്ന് വളരെ ക്ഷാമമുള്ള കാലങ്ങൾ വരും, 7 വർഷം ക്ഷാമമുള്ള പ്രതിസന്ധിയുള്ള വർഷങ്ങൾ വരും. അതിനുകൊണ്ട് ഇപ്പോഴേ അവിടേക്ക് വേണ്ട ഭക്ഷണങ്ങൾ തയ്യാറാക്കി എടുത്തു വെക്കണം, സൂക്ഷിച്ചു വെക്കണം എന്നുള്ള സന്ദേശമൊക്കെ യൂസുഫ് നബി അന്നത്തെ രാജാവിന് നൽകിയ രാജാവിൻ്റെ സ്വപ്ന വ്യാഖ്യാനം അതൊക്കെ നാം പഠിച്ചതാണ്. അതുപോലെ നമ്മൾക്ക് ദാരിദ്ര്യം അത് എപ്പോഴും വന്നേക്കാം. പഴയകാല ഗൾഫിലെ അനുഭവങ്ങളൊന്നും അല്ല ഇപ്പോഴുള്ളത്. ഗൾഫിലെ സമൃദ്ധി അത് നഷ്ടപ്പെട്ട് കുറഞ്ഞു വരികയാണ്. പഴയ ഗൾഫ് പ്രവാസികളൊക്കെ ഉണ്ടെങ്കിൽ ഒരു നാടിന് തന്നെ ഒരു ആഘോഷമായിരുന്നു. ഇപ്പോൾ പ്രവാസികൾ വിദേശത്ത് പോയാൽ ആ വീട്ടുകാർക്ക്, അവൻ്റെ കുടുംബത്തിന്, അതല്ലെങ്കിൽ ആ വ്യക്തിക്ക് തന്നെ സമ്പത്ത് മതിയാവാത്ത ഒരവസ്ഥയാണ്. ദാരിദ്ര്യം നമ്മുടെ പടിവാതിൽക്കലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ദാരിദ്ര്യം വരുന്നതിന് മുമ്പ് നമ്മുടെ കയ്യിലുള്ള ഐശ്വര്യം, സമ്പത്ത് അതിനെ നാം സൂക്ഷിച്ച് ചെലവഴിച്ച് നമ്മൾക്ക് വേണ്ടതുപോലെ നമ്മുടെ കുടുംബജീവിതം കൺട്രോൾ ചെയ്യാൻ നമ്മൾക്ക് കഴിയണം. അതുപോലെ നാലാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഫറാഗക ഖബല ശുഗ്ലിക്. അതെ, നിന്റെ തിരക്കുള്ള ജോലിയുള്ള സമയത്തേക്കാൾ ഒഴിവ് സമയത്തെ നീ ഉപയോഗപ്പെടുത്തണം. ഒഴിവ് സമയമെന്ന് പറഞ്ഞാൽ ഉറങ്ങി തീർക്കാനുള്ള സമയമല്ല, അനാവശ്യമായ റീൽസുകൾ കണ്ടു തീർക്കാനുള്ളതല്ല, അനാവശ്യമായ ചർച്ചകൾ തീർത്ത് പീഠത്തിണ്ണകയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്ന് നാൽക്കാലികളെപ്പോലെ അലഞ്ഞ് തരിഞ്ഞ് തീർക്കാനുള്ളതല്ല നമ്മുടെ ഒഴിവുകാലം. നല്ലതിന് ഉപയോഗപ്പെടുത്തണം. നമ്മൾക്ക് ഒഴിവുകൾ വരുന്നതിൻ്റെ തലേ ദിവസം തന്നെ നാം അതിനെക്കുറിച്ച് പ്ലാനിങ് തയ്യാറാക്കണം. എൻ്റെ ഒഴിവിനെ ഞാൻ എങ്ങനെ ഉപയോഗപ്പെടുത്തും, എന്നിട്ട് ആ രീതിയിൽ ഒഴിവ് സമയത്ത് ഉപയോഗപ്പെടുത്തണം. ദീനിൽ നിന്ന് നിരക്കാത്തതൊന്നും ആ ഒഴിവിൽ നമ്മളുടെ നിന്ന് സംഭവിച്ചുകൂടാ, വന്നുകൂടാ. അതുപോലെ തന്നെ നമ്മൾക്കും നമ്മുടെ കുടുംബത്തിനും അഭിമാനക്ഷതം വരുത്തുന്ന ഒന്നും ഒരു പ്രവൃത്തിയും ലീവിൽ നമ്മൾക്കുണ്ടാവാൻ പാടില്ല. ലീവിൽ എന്ന് പറയുമ്പോൾ ഒരു ലീവ് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് ടൂർ പോകുന്നു, അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിലേക്ക് സഞ്ചരിക്കാൻ, വിസിറ്റ് ചെയ്യാനൊക്കെ പോകുന്ന സമയങ്ങളിൽ ചില ആഭാസങ്ങളൊക്കെ ചിലരിൽ നിന്ന് കാണാറുണ്ട്, എല്ലാവരിൽ നിന്നുമില്ല. ഇപ്പോൾ ഹറാമുകൾക്കൊക്കെ ഒരു വിലയില്ലാതൊരു കാലമാണ്, വളരെ നിസ്സാരമായി കാണുന്നു. നമ്മൾക്ക് ഹലാലും ഹറാമും ഈ കാലത്ത് എല്ലാവർക്കും വ്യക്തമാണ്, പക്ഷേ അതിനെ നാം നിസ്സാരമായി കാണുന്നുണ്ട്. അത് പല വീഡിയോകളിലും പല റീൽസുകളിലും നമുക്ക് കാണാൻ കഴിയുന്നു. ഇസ്ലാം അനുവദിച്ചത് അത് ഹലാൽ, ഹറാമാക്കിയ കാര്യം അത് ഹറാമ് തന്നെയാണ്. ആര് ചെയ്താലും, എത്ര വലിയവർ ചെയ്താലും
നാം അതിനെ ഫോളോ ചെയ്യേണ്ടതില്ല. നമുക്ക് ഹലാൽ ഹറാമുകൾ നമ്മുടെ മദ്രസകളിലും സ്കൂളുകളിലും അതുപോലെ തന്നെ ദീനി സ്ഥാപനങ്ങളിലൊക്കെ നാം പഠിച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് തന്നെ ജീവിക്കാം. മറ്റുള്ളവർ എന്തു ചെയ്യുന്നു എന്നുള്ളതിലേക്കല്ല നമ്മൾ നോക്കേണ്ടത്. നമ്മൾക്ക് ഹറാമ് വ്യക്തമായാൽ അതിനെ നിർബന്ധമായിട്ടും നമ്മൾ ഉപേക്ഷിക്കുക തന്നെ ചെയ്യണം. ഹറാമെന്ന് പറഞ്ഞാൽ തന്നെ ചെയ്താൽ ശിക്ഷയും ഉപേക്ഷിച്ചാൽ കൂലിയുള്ളതും എന്നുള്ളതാണല്ലോ. അപ്പോൾ നമ്മൾ ഉപേക്ഷിക്കുക തന്നെ ചെയ്യണം. അത് യാത്രകളിലായാലും നാടുകളിലായാലും വീടുകളിലായാലും എല്ലാ സ്ഥലങ്ങളിലും ആ ഒരു ജാഗ്രത നമുക്ക് ഉണ്ടാകണം. അതുപോലെ തന്നെ അഞ്ചാമതായി മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, വഹയാതക ഖബ്ല മൗതിക, നിന്റെ മരണത്തിന് മുമ്പ് നിന്റെ ജീവിതത്തെ ഉപയോഗപ്പെടുത്തണം. മരണപ്പെട്ടതിന് ശേഷം ആ മരണത്തിൻ്റെ ആ മാലാക്ക വന്ന് നമ്മുടെ റൂഹിനെ പിടിക്കുന്ന സമയത്ത് ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്സദ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ എന്ന് പറയുന്ന ആ ഒരു ഘട്ടം, ആ സമയത്ത് ഞാൻ സദഖ ചെയ്യാം, ഞാൻ നല്ലവനാകാം എന്ന് പറഞ്ഞ് വിലമിക്കുന്നതിന് പകരം ജീവിതത്തിൽ അള്ളാഹു നിനക്ക് നിന്റെ കൈകാലുകൾക്ക്, കണ്ണുകൾക്ക്, ശരീരത്തിലെ ആന്തരികവും ബാഹ്യവുമായ എല്ലാ അവയവങ്ങൾക്കും ആഫിയത്തും സന്തോഷവും നൽകിയ സമയം, ആ സമയം ഉപയോഗപ്പെടുത്താതെ ശരീരത്തിൻ്റെ പകുതിയിൽ നിന്ന് റൂഹിങ്ങനെ പോകുമ്പോൾ നന്മകൾ ചെയ്യാമായിരുന്നു എന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു ഘട്ടം വരാനുണ്ട്. അതിനെക്കുറിച്ച് നാം ചിന്തിക്കേണ്ടതിന് പകരം ഈ നല്ല സമയം ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, ജീവിതത്തിലെ നല്ല സമയം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മരണോ ശേഷമുള്ള ജീവിതം മെച്ചപ്പെടുത്താൻ, സന്തോഷകരമാക്കാൻ ഈ ഹയാത്തിനെ നാം ഉപയോഗപ്പെടുത്തണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ 5 കാര്യങ്ങളിൽ നമ്മൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, അൽഹംദുലില്ലാ നമ്മൾക്ക് 2 ലോകത്തും വിജയം കൈവരിക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ തരത്തിൽ 2 ലോകത്തും വിജയിച്ചവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ജ്യേഷ്ഠാനുജന്മാർ, സഹോദരി സഹോദരന്മാർ, ഞങ്ങൾ പഠിക്കുന്ന സമയത്തും ജോലി ചെയ്യുന്ന സമയത്തൊക്കെ ഞങ്ങൾക്ക് ഭക്ഷണം നൽകിയവർ, ഞങ്ങളെ സഹായിച്ചവർ, ഒരു വാക്കുകൊണ്ടെങ്കിലും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തവർ, ഞങ്ങളുടെ വീഡിയോകൾ കാണുന്നവർ, അതുപോലെ തന്നെ ഈ നല്ല നല്ല മെസ്സേജുകൾ ജനങ്ങളിലേക്ക് എത്തട്ടെ, അവർക്കും ഗുണം ലഭിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഈ വീഡിയോകളൊക്കെ ഷെയർ ചെയ്യുന്ന ഞങ്ങളുടെ നല്ലവരായ സഹോദരി സഹോദരന്മാർ, എല്ലാവർക്കും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. എല്ലാവരെയും അള്ളാഹു നമ്മളെ മുത്തുനബിയുടെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി സന്തോഷിപ്പിക്കുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.